സൗണ്ട് വെൽഫെയർ അസോസിയേഷൻ ഓഫ് കേരളയുടെ തൃശ്ശൂർ മേഖലയുടെ കുടുംബസംഗമവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ പ്രസ് മീറ്റ് ആരംഭിക്കുന്നത്. 11-ാം തീയതി ഈ വരുന്ന ശനിയാഴ്ച 11-ാം തീയതി ഇവിടം റിസോർട്ടിൽ വെച്ച് കുടുംബസംഗമം നടത്തുന്നു. മുൻ വിദ്യാഭ്യാസ മന്ത്രിയും ഇപ്പോഴത്തെ മണലൂർ MLA പ്രൊഫസർ സി രവീന്ദ്രനാഥ് സാർ ഉദ്ഘാടനം ചെയ്യുന്നു. പ്രശസ്ത സിനിമ സംവിധായകൻ നമ്മുടെ പ്രേംനന്ദൻ സാറ് മുഖ്യാതിഥിയായിട്ട് വരുന്നു. പിന്നെ സംസ്ഥാന ജില്ലാ നേതാക്കൾ പങ്കെടുക്കുന്നു. ജീവകാരുണ്യ പ്രവർത്തനങ്ങളും അതിനോടൊപ്പം നടത്തുന്നു. കൂടുതൽ വിവരങ്ങൾ നമ്മുടെ കുടുംബസംഗമ കൺവീനർ സണ്ണി റിയൽ അവർ പറയുന്നതാണ്. നമസ്കാരം. നമ്മുടെ ഈ തൊഴിൽ മേഖലയിലെയും ഞങ്ങളുടെ തൊഴിലിൻ്റെ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ള എന്നാൽ ഏറ്റവും റിസ്ക് ഉള്ള ഒരു മാനസിക സംഘർഷമുള്ളൊരു മേഖലയാണ് നമ്മുടെ തൊഴിൽ മേഖല. അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു ദിവസം മാറി നിന്ന് നമ്മുടെ കുടുംബാംഗങ്ങളൊത്ത് ഒന്ന് സന്തോഷിക്കാനും ഒത്തുചേർന്ന് കുടുംബാംഗങ്ങളും കുട്ടികളുമായിട്ട് ഒരു ദിവസം മാറ്റിവെക്കുക എന്നുള്ളതാണ് ഇതുകൊണ്ട് കുടുംബസംഗമം കൊണ്ട് പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ വർഷവും ഇതുപോലെ കുടുംബസംഗമം നടത്തിയിട്ടുണ്ടെങ്കിൽ മുന്നേ നടത്തിയിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് രാവിലെ 10 മണി മുതൽ കുട്ടികൾക്കുള്ള കളികളും മറ്റ് കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് രാവിലെ തൊട്ട് തുടങ്ങുന്നത്. ഉച്ചയ്ക്ക് ശേഷം വൈകിട്ട് 3 മണിക്കാണ് ഇവിടെ കുടുംബസംഗമത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത്. ഇതുകൂടാതെ തന്നെ നമ്മളവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ അദ്ദേഹത്തിന്റെ മെമ്പറുടെ നേതൃത്വത്തിലും അവിടെ ഈ അവശരായ രോഗികൾക്ക് അവരുടെ ചികിത്സാ സഹായമായിട്ട് വീൽ ചെയർ വിതരണം ചെയ്യുന്നുണ്ട്. അതുകൂടാതെ തന്നെ SSLC +2 ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ അവാർഡുകൾ കരസ്ഥമാക്കിയ, അതുകൂടാതെ കലാകായിക രംഗത്ത് അവാർഡുകൾ കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്കുള്ള അനുമോദനം, അവർക്കുള്ള അവാർഡ് വിതരണം, കലാപരിപാടികൾ എന്നിവയെല്ലാം സംഘടിപ്പിച്ചിട്ടുണ്ട്. ഒരു ദിവസം മുഴുവൻ ചെലവഴിക്കാവുന്ന രീതിയിലുള്ള ഒരു സ്ഥലത്താണ് നമ്മളിത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതായത് കുട്ടികൾക്ക് കളിക്കാനും മറ്റുള്ള എല്ലാ സൗകര്യത്തിനും ഒതുങ്ങുന്ന രീതിയിലുള്ള ഒരു റിസോർട്ടിലാണ് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത്. ഈ പരിപാടിയിലേക്ക് നിങ്ങളെല്ലാ പത്രമാധ്യമ സുഹൃത്തുക്കളെയും നമ്മൾ സ്വാഗതം ചെയ്യുന്നു. തൃശ്ശൂർ കഴിഞ്ഞത് പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓണേഴ്സിന്റെ മാത്രം സംഘടനയാണ്. അത് തൃശ്ശൂർ ജില്ലയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന സംഘടനയാണ് ഓണേഴ്സിന്റെ മാത്രം. ഇതില് തൃശ്ശൂർ ജില്ല മാത്രമല്ല, നമ്മളിവിടെ തൃശ്ശൂർ മേഖലയാണ് ഇപ്പൊ ഈ കുടുംബസംഗമം സംഘടിപ്പിക്കുന്നത്. അത് കൂടാതെ തന്നെ 9 മേഖലകൾ അടങ്ങുന്നതാണ് തൃശ്ശൂർ ജില്ല. അതിലത്തെ ഒരു മേഖലയാണ് തൃശ്ശൂർ മേഖല. പിന്നെ സംസ്ഥാന തലത്തിൽ വ്യാപകമായ ഒരു സംഘടനയാണ്. ഏകദേശം സംസ്ഥാന ഒട്ടാകെ 7500ഓളം അംഗങ്ങൾ ഈ സംഘടനയിലുണ്ട്. അതിലെ ഓണർമാരും തൊഴിലാളികളും ഉൾപ്പെടുന്നു. രണ്ടിലുമുള്ള ആളുകളുണ്ട്, അതിലുള്ളവരുണ്ട്, ഇല്ലാത്തവരുണ്ട്. നമ്മൾ പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത് നമ്മളുടെ തൊഴിലാളികൾക്കുള്ള വെൽഫെയർ, അവർക്കുള്ള എന്തെങ്കിലും ഇൻഷുറൻസ് നമ്മൾ ഫ്രീ ആയിട്ടാണ് അവർക്ക് ഇൻഷുറൻസ് എടുക്കുന്നത്. അതുപോലെ ഈ സ്വാന്തനം എന്ന് പറഞ്ഞൊരു പെൻഷൻ പദ്ധതി, സാന്ത്വനം, കൈത്താങ്ങ്, രണ്ടും പെൻഷൻ പദ്ധതിയാണ്. ഒന്ന് ജില്ല വിഭാവനം ചെയ്തതും ഒന്ന് മേഖല വിഭാവനം ചെയ്തതും. അത് നമ്മളിവിടെ കൊടുക്കുന്നുണ്ട്. പിന്നെ സ്നേഹസ്പർശം എന്നൊരു പദ്ധതിയുണ്ട്. എന്ന് പറഞ്ഞാൽ നമുക്കൊരു എന്തെങ്കിലും ഒരു അസുഖം വന്നു അല്ലെങ്കിൽ ഒരു അപകടം സംഭവിച്ചു, അങ്ങനെയൊക്കെ വരുമ്പോൾ ഈ തൊഴിലാളികൾക്ക് അല്ലെങ്കിൽ ഓണർമാരായാലും തൊഴിലാളികളായാലും അവർക്ക് ജോലിക്ക് പോകാൻ പറ്റാത്തൊരവസ്ഥയും അവരുടെ കുടുംബം പട്ടിണിയിലേക്ക് പോകുന്നൊരവസ്ഥയുണ്ട്. ആ സമയത്ത് നമ്മളൊരു നിശ്ചിത തുക എല്ലാ മാസവും കൊടുക്കുന്നൊരു പദ്ധതിയാണ് സ്നേഹസ്പർശം എന്ന് പറയുന്നത്. അതെല്ലാം നമ്മുടെ നമ്മുടെ സംസ്ഥാനം വിഭാവനം ചെയ്തിട്ടുള്ളതാണ്. പ്രധാനമായിട്ടും നമ്മുടെ തൊഴിലാളികളുടെ ക്ഷേമത്തിന് മുൻതൂക്കം നൽകിയിട്ടാണ് ഈ സംഘടന പ്രവർത്തിക്കുന്നത്. അല്ലാണ്ട് നമ്മുടെ മേഖലയിൽ ഉൾപ്പെടുന്നത് ലൈറ്റ്, സൗണ്ട്, പരസ്യ പ്രക്ഷേപണം എന്ന് പറഞ്ഞാൽ അനൗൺസർമാര്, പന്തൽ എല്ലാം ഉൾപ്പെടുന്ന മേഖലയാണ് ഈ LSWK എന്ന് പറയുന്ന സംഘടന. ലൈറ്റ് ആൻഡ് സൗണ്ട് വെൽഫെയർ അസോസിയേഷൻ ഓഫ് കേരള എന്നതാണ് മുഴുവൻ പേര്. കേരളം ഒട്ടാകെയുള്ള സംഘടനയാണ്. സണ്ണി റിയൽ, ജൻസൺ കെയോ, മേഖല പ്രസിഡന്റ് ഇല്ല, ജിനീഷ് കുമാർ, മേഖല സെക്രട്ടറി സുനിൽ കുമാർ,
ഷെബിൻ ജോസ്. വേറെ എന്തെങ്കിലും ചോദിക്കാനായിട്ടുണ്ടെങ്കിൽ ചോദിക്കാം. ഇവിടെ തൃശ്ശൂർ മേഖലയിലുള്ളത് 194 അംഗങ്ങളാണ് തൃശ്ശൂർ മേഖലയിലുള്ളത്. അത് തൃശ്ശൂർ ജില്ലയിലേക്ക് വരുമ്പോൾ 1200 അംഗങ്ങളാണ്. എന്നാൽ സംസ്ഥാനം ഒട്ടാകെ വരുന്നത് ഏകദേശം 7500ഓളം അംഗങ്ങളാണ് കേരളത്തിൽ മൊത്തം വരുന്നത്. തൃശ്ശൂർ മേഖല ഇപ്പൊ നമ്മൾ ഈ പ്രോഗ്രാം നടത്തുന്നത് തൃശ്ശൂർ മേഖലയാണ്. അതിൽ ഏകദേശം 194 മെമ്പർമാരാണുള്ളത്. തൃശ്ശൂർ ജില്ലയിൽ 9 മേഖലയാണുള്ളത്. 9 മേഖല അടങ്ങുന്നതാണ് തൃശ്ശൂർ ജില്ല. അതെ, അത് ഓരോ ജില്ലകളിലും ഇതുപോലെ മേഖലകൾ അല്ല, മെമ്പർമാരുടെ കൂടിയിട്ടാണ്. അതായത് തൊഴിലാളികളും ഓണർമാരും ഉൾപ്പെടുന്നതാണ് ഈ പറയുന്ന സംഘടന. യൂണിറ്റ് നടത്തിപ്പ് കേന്ദ്രങ്ങൾ ഉദ്ദേശിച്ചത് അതൊരു സ്ഥാപനമാണ്. ഓണർമാരായിട്ടുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഓണർമാരായിട്ട് ഉദ്ദേശിക്കുന്നത് 110 സ്ഥാപനങ്ങൾ ഓണർമാരാണ് തൃശ്ശൂർ മേഖലയിൽ മാത്രം. ജില്ലയിൽ പോകുമ്പോൾ അത് കൃത്യമായിട്ടുള്ള കണക്ക് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം മെമ്പർമാർ ചേർന്നുകൊണ്ടിരിക്കുന്നു, പുതിയ മെമ്പർമാർ വരുന്നു. ഈ ഇൻഷുറൻസ് എല്ലാം നമ്മൾ സൗജന്യമായിട്ട് കൊടുക്കുന്നത് കൊണ്ട് ഒരുപാട് അംഗങ്ങള് ശബ്ദ നിയന്ത്രണം എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത് അതിലൊരു ഏറ്റവും വലിയൊരു പ്രശ്നം വരുന്നത് ഈ 10 മണി എന്നുള്ള സമയത്തിന്റെ ഒരു കാര്യമാണ് വരുന്നത്. പണ്ട് തൊട്ട് ഒരു ആശയക്കുഴപ്പമുള്ള പരിപാടിയാണത്, 10 മണിക്ക് നിർത്തണം എന്നുള്ളത്. ഞങ്ങളെ സംബന്ധിച്ച് ഒരു പ്രോഗ്രാം ചെയ്യുമ്പോൾ ഇപ്പോൾ നിങ്ങൾക്കറിയാലോ, നിങ്ങളിപ്പോൾ ഈ സമയത്താണ് ഇവിടെ വന്നത്, പത്രക്കാർ പറഞ്ഞ സമയത്താണ് നിങ്ങൾ വന്നത്. പക്ഷെ ഞങ്ങളൊരു പ്രോഗ്രാം ചെയ്യുമ്പോൾ വൈകിട്ടുള്ള പ്രോഗ്രാം ആണെങ്കിൽ ഒരു പക്ഷേ അന്ന് രാവിലെ അല്ലെങ്കിൽ തലേ ദിവസം അല്ലെങ്കിൽ അതിന്റെ സെറ്റപ്പ് അനുസരിച്ച് അത്രയും ദിവസങ്ങൾ മുന്നിട്ട് ഞങ്ങൾ അതിന് ഒരുക്കങ്ങൾ നടത്തിയിട്ടാണ് ചെയ്യുന്നത്. ഞങ്ങളെ സംബന്ധിച്ച് 10 മണിക്ക് ഇത് നിർത്തി പാക്ക് ചെയ്ത് പോകുമ്പോഴും എങ്കിലും ഞങ്ങൾ എത്തുമ്പോൾ ചിലപ്പോൾ അന്ന് പോലും തിരിച്ചെത്തില്ല. ചിലപ്പോൾ 1-2 ദിവസം കഴിഞ്ഞിട്ടാണ് തിരിച്ചെത്തുക. 10 മണിക്ക് നിർത്തുന്നതെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. പക്ഷെ ഇത് പല സ്ഥലങ്ങളിലും നടക്കാതെ പോകുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ സംഘാടകര് ഒരു വലിയൊരു ക്രൗഡിനെ അഭിമുഖീകരിക്കാൻ അല്ലെങ്കിൽ അവരെ മാനേജ് ചെയ്യാനുള്ള കഴിവ് ഈ പറയുന്ന ഇവർക്ക് വരുന്ന ടെക്നീഷ്യന്മാർക്ക്, വളരെ കുറച്ച് ടെക്നീഷ്യന്മാർ ആ സ്ഥലത്ത് അവിടെ ഉണ്ടായിരിക്കുമല്ലോ, അവർക്ക് ഇവരെ നിയന്ത്രിക്കാൻ കഴിയില്ല. അത് ചെയ്യേണ്ടത് ഒന്ന് ഈ കമ്മിറ്റി അംഗങ്ങളാണ്, നടത്തിപ്പുകാരാണ്, പിന്നെ പോലീസാണ്. അപ്പൊ ഇവരുടെ ഭാഗത്തു നിന്നും ഈ നടത്തിപ്പുകാരുടെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും ഒരു വലിയ ജനക്കൂട്ടം വരുമ്പോൾ അത് പെട്ടെന്ന് അല്ലെങ്കിൽ ഈ സമയം നിർത്തുമ്പോൾ ഉണ്ടാകുന്ന ആ ജനരോഷം, അതാണ് അവരുടെ ഒരു വിഷയം. പക്ഷെ പോലീസുകാരെ സംബന്ധിച്ച് അവർ നിയമമാണ് നോക്കുന്നത്. അവർ ആ നിയമം നോക്കുമ്പോൾ 10 മണിക്ക് നിർത്തണം എന്ന് പറയുമ്പോൾ നിർത്താൻ ഞങ്ങൾ തയ്യാറാണ്. പക്ഷെ ഇത്രയും വലിയൊരു ജനക്കൂട്ടത്തെ മാനേജ് ചെയ്യുക എന്ന് പറഞ്ഞത് ചിലപ്പോൾ അവിടെ വരുന്ന വിരലെണ്ണാവുന്ന പോലീസുകാർക്ക് ഒരുപക്ഷെ സാധിക്കില്ല. അപ്പോൾ അവർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ സാധന സാമഗ്രികൾ പിടിച്ചെടുക്കുക, ഞങ്ങളുടെ പേരിൽ കേസ് എടുക്കുക എന്നുള്ളതാണ്. അവർക്ക് തൊണ്ടുമുതലായിട്ട് കിട്ടുന്ന ഇതാണ്. അല്ലാതെ ഇത്രയും വലിയ ജനക്കൂട്ടത്തെ അല്ല, മന്ത്രി അങ്ങനെ ഒരു വാക്കാൽ അങ്ങനെ ഒരു നിർദ്ദേശം വന്നിട്ടുണ്ട്. ഞങ്ങളെ സംബന്ധിച്ച് 10 മണി നീട്ടണമെന്ന് ഞങ്ങളെ സംബന്ധിച്ചുള്ള ആവശ്യമല്ല. കാരണം പൊതുജനങ്ങളെ അല്ലെങ്കിൽ സംഘാടകരുടെയാണ് പ്രധാനമായിട്ട് ആവശ്യം. അത് ഞങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ ഞങ്ങൾ 10 മണിക്ക് ശേഷം ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ്. അതായത് നിയമം മാറ്റാൻ പറ്റില്ലല്ലോ സാറേ. അല്ല, ഇത് ഹൈക്കോടതി വിധിയാണ് ഈ 10 മണിക്ക് നിർത്തണം എന്നുള്ളത്. ഈ മേഖല എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 6 മാസമാണ് നമ്മളുടെ ഒരു സമയം എന്ന് പറയുന്നത്. ഇപ്പോഴൊക്കെ ഞങ്ങൾ ഇത്രയും പേരും ഇവിടെ ഇരിക്കുന്നതും അല്ലെങ്കിൽ ഞങ്ങൾ ഈ കുടുംബസംഘം ഈ സമയത്ത് പ്ലാൻ ചെയ്തതും പ്രധാനമായിട്ടും ഈ സമയത്ത് വർക്കുകൾ തീരെ ഇല്ലാത്തതുകൊണ്ടാണ്. ഈ 6 മാസത്തെ തൊഴിൽ കൊണ്ടാണ് ഞങ്ങൾ പിന്നെയുള്ള 6 മാസം ജീവിച്ചു പോകുന്നത്. അപ്പോൾ അത് ഈ 6 മാസത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉത്സവ സീസണുകൾ അറിയാലോ, ഉത്സവ സീസണുകൾ നല്ല തിരക്കുകളുണ്ടായിരിക്കും. പക്ഷെ അത് കഴിഞ്ഞാൽ ഈ മഴക്കാലം വരുന്നത് തീരെ വർക്കുകളില്ലാത്ത ഒരു മോശം അവസ്ഥയിലാണ് കടന്നു പോകുന്നത്. അത് മുൻകാലങ്ങളിൽ അങ്ങനെയാണ്. ഇപ്പോൾ സ്വാഭാവികമായിട്ടും സ്ഥാപനങ്ങളുടെ എണ്ണം കൂടി, മേഖലയ്ക്ക് വരുന്നവരുടെ എണ്ണം കൂടി. തീർച്ചയായിട്ടും ബാധിക്കുന്നുണ്ട്. അതായത് വർക്കുകൾ മുന്നുള്ളത് വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ വളരെ കുറവാണ് വർക്കുകൾ വരുന്നത്. അത് 2 രീതിയിൽ പറയാം. ഒന്ന്, മേഖലയിലെ ആളുകളുടെ എണ്ണം കൂടി അതിനൊരു കാരണമാണ്. പിന്നെ നല്ലൊരു കോമ്പറ്റീഷൻ ഉള്ള ഒരു മേഖലയാണ്. പണ്ട് കാലത്തൊക്കെ ഒരു പ്രോഗ്രാം നടത്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മിനിമം സാധനങ്ങൾ വെച്ചിട്ടാണ് ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്യാറ്. ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ ലക്ഷങ്ങളോ അല്ല കോടികൾ വിലയുള്ള സാധന സാമഗ്രികളാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ അതിനോടനുബന്ധിച്ച് പറയുമ്പോൾ ഈ 10 മണിയുടെ വിഷയം എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു സ്ഥലത്ത് തിരുവനന്തപുരത്താന്ന് തോന്നുന്നു പരിപാടി നിർത്തിയപ്പോൾ സാധന സാമഗ്രികളൊക്കെ നശിപ്പിച്ചു കളയുന്നൊരു സാമൂഹ്യ വിദഗ്ധരുടെ ഒരു പ്രവർത്തനം ഉണ്ടായി. അപ്പൊ അവരുടെ പേര് കേസ് എടുത്തിട്ടുണ്ട്. അപ്പൊ ഞങ്ങളെ സംബന്ധിച്ച് ഈ കേസിന്റെ പുറകെ പോവാന്ന് പറയുന്നത് അറിയാലോ, ഞങ്ങളെ സാധനങ്ങളെല്ലാം നശിച്ചു പോകുന്നു. അതും ചെറിയ വിലയുടെ സാധനങ്ങളല്ല.
ആ 10 മണിക്ക് അത്യാവശ്യം അറിവുള്ള ആളുകൾ 10 മണിക്ക് നിർത്തും, പോലീസിന് നിർദ്ദേശം കൊടുക്കും. പക്ഷെ ഒരു വലിയൊരു ജനക്കൂട്ടം ഇത് കഴിഞ്ഞ് പോലീസുകാർ പോയി 10 മണിക്ക് നിർത്താൻ പറഞ്ഞു കഴിഞ്ഞാൽ പോലീസുകാർ തിരിച്ചു പോകും. കമ്മിറ്റിക്കാരും വളരെ കുറച്ച് പേരെ ഉണ്ടാവുള്ളൂ. അവിടെ വരുന്ന കാണികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഒരുപോലെ ആയിരിക്കണമെന്നില്ല, പല വിഭാഗങ്ങളിൽപ്പെട്ട ആളുകളുണ്ട്. അപ്പൊ അവർ ഏത് തരത്തിൽ റിയാക്ട് ചെയ്യുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പിന്നെ ഞങ്ങൾ കുറച്ച് ടെക്നീഷ്യന്മാരാണ് അവിടെ ഉണ്ടാവുക, ഞങ്ങൾക്ക് അവരെ മാനേജ് ചെയ്യാൻ അതാണല്ലോ ഇപ്പൊ തിരുവനന്തപുരത്ത് ഉണ്ടായത്. ഒരു സ്ഥലത്ത് പരിപാടി അവതരിപ്പിക്കാൻ പറഞ്ഞ ആൾ വന്നില്ല, അവരുടെ മുഴുവൻ സാധനങ്ങളും ആ പാടത്ത് നശിപ്പിച്ചു കളഞ്ഞു. പക്ഷെ അതിനൊക്കെ കേസിന് പിന്നാലെ പോവാന്നുള്ളൂ. പക്ഷെ നാശം നമ്മളെ തന്നെയാണല്ലോ, നമ്മളുടെ ഉപകരണങ്ങളാണ് നശിപ്പിച്ചു പോകുന്നത്. കൃത്യമായ ഒരു ഇടപെടല് ഈ നടത്തിപ്പുകാരുടെ ഭാഗത്തു നിന്നും പോലീസ് അധികാരിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാവണം എന്നുള്ളതാണ് നമ്മളുടെ ആവശ്യം. 2 വർഷം കൂടെ സൂചിപ്പിക്കാം, ചോദിച്ചില്ലെങ്കിൽ പറയാം. ഇപ്പൊ നമ്മൾ അഭിമുഖീകരിക്കുന്ന മറ്റൊരു പ്രശ്നമാണ് പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ ലഭ്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ വാഹനങ്ങൾ നമ്മൾ പെട്രോൾ ഇവിടെ പമ്പിൽ പോയിട്ട് അടിക്കുന്നു. ഈ ജനറേറ്ററുകൾ, അതുപോലെ ഇപ്പൊ ഞങ്ങളെ മാത്രമല്ല കൺസ്ട്രക്ഷൻ മേഖലയിൽ കോൺക്രീറ്റ് മിക്സർ അതുപോലത്തെ ഉപകരണങ്ങളൊക്കെ ഡീസൽ പെട്രോൾ ഇതൊന്നും കന്നാസിൽ കിട്ടുമായിരുന്നു. ഇപ്പൊ അത് കൊടുക്കാൻ പാടില്ല എന്നാണ് നിയമം വന്നിരിക്കുന്നത്. അതിനുള്ള പെസോ ക്യാൻ വേണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ സാധനമാണെങ്കിൽ നമ്മുടെ അവിടെ വന്നിട്ടുമില്ല, അതിന് ഭയങ്കര വിലയാണ്. ഒരു 50 ലിറ്ററിന്റെ ക്യാൻ കിട്ടണമെങ്കിൽ ഏകദേശം 8,000 രൂപയോളം വില വരുന്നുണ്ട്. പക്ഷെ ഇപ്പൊ നമുക്ക് പെട്രോൾ പമ്പുകൾക്ക് പോലും അവർക്ക് പോലും കിട്ടി തുടങ്ങിയിട്ടില്ല. അപ്പൊ അങ്ങനെ ഒരു നിയമം നിലനിൽക്കുന്നുണ്ട്. കുറച്ച് നാൾ ഒരു വീഡിയോയിൽ കണ്ടിരുന്നു, ഒരു കോൺക്രീറ്റ് മിക്സർ വലിച്ചുകൊണ്ട് വന്നിട്ട് പെട്രോൾ പമ്പിൽ ഫ്യൂവൽ അടിക്കുന്നത്. അപ്പൊ അതൊക്കെ നിങ്ങളുടെ പത്രങ്ങളിലൂടെ അത് ഞങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ ഇപ്പൊ ഞങ്ങളുടെ മാത്രം പ്രശ്നങ്ങളല്ല, പെർമനന്റ് ആയിട്ട് ജനറേറ്റർ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള സ്ഥാപനങ്ങൾ, ഹോട്ടലുകൾ, ഇപ്പൊ പെർമനന്റ് ജനറേറ്റർ ഇല്ലാത്ത സ്ഥാപനങ്ങളൊക്കെ വളരെ കുറവായിരിക്കും. ഇവർ എന്തോ നിങ്ങൾ സാധാരണ അതിന് പറ്റിയ നല്ല ക്വാളിറ്റി ഉള്ള ക്യാനുകളിലാണ് നമ്മൾ കൊണ്ടുപോയിട്ട് പെട്രോൾ വാങ്ങിക്കുന്നത്. അങ്ങനെ തരില്ല, ഇപ്പൊ അങ്ങനെ കൊടുക്കാൻ പാടില്ല എന്നാണ് ഉത്തരവ്. അല്ല, ഇപ്പൊ നിലവിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെയാണ്. ഇപ്പൊ നമ്മൾ ജനറേറ്റർ കൊണ്ടുപോയിട്ട് അവിടെ നിന്ന് അടിക്കുക പമ്പിൽ നിന്ന്. ഇപ്പോ ഒരു സ്ഥാപനത്തിൽ ഒരു ജനറേറ്റർ ഫിക്സ് ചെയ്ത് ജനറേറ്റർ നമുക്ക് എടുത്തു കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ. ഞങ്ങളുടെ മാത്രം വിഷയമല്ല അത്, നിങ്ങളിത് പൊതു മധ്യത്തിൽ കൊണ്ടുവരേണ്ട ഒരു കാര്യമാണ്. ഞങ്ങളുടെ മാത്രം വിഷയമായിട്ട് ഇത് കാണരുത്. കാരണം ഇത് ഈ ക്യാനുകൾ നമുക്ക് ഇവിടെ അവൈലബിൾ അല്ല. അതുകൊണ്ട് അതിനൊരു ക്യാനിന് ഒരു 50 ലിറ്ററിന്റെ ക്യാൻ ഏകദേശം 8,000 രൂപ വില വരുന്നുണ്ട്. അല്ല, അത് അതിന് വേണ്ടിയിട്ട് നിർമ്മിക്കപ്പെട്ട പെട്രോളിയം ഉൽപ്പന്നങ്ങൾ കൊണ്ടുപോകാനുള്ള ക്യാനാണ്, അത് തരും. പിന്നെ ഇപ്പൊ ഇവിടെ നമുക്ക് വണ്ടികൾ അവൈലബിൾ ആണ്, അതായത് ടാങ്കർ വണ്ടികൾ അവൈലബിൾ ആണ്. പക്ഷെ അതൊക്കെ ചെറിയ പർപ്പസിന് നമ്മൾ വിളിച്ച എല്ലായിടത്തും എത്തിക്കൊള്ളുന്നില്ല. അതെ, മിനിമം 100 200 ലിറ്ററോ വേണമെങ്കിൽ മാത്രമാണ് ഒരു വണ്ടികൾ നമുക്ക് പറയുന്ന സ്ഥലങ്ങളിൽ എത്തിച്ചേരുക. അപ്പൊ അതിൻ്റെതായ ബുദ്ധിമുട്ടുകളൊക്കെ മേഖലയിൽ നിലനിൽക്കുന്നു. നിങ്ങളൊക്കെ അതിനോടൊപ്പം ഞങ്ങളോടൊപ്പം നിന്ന് അത് പത്രത്തിലെ വാർത്തയായിട്ട് കൊടുത്തു അതിന്റെ ബുദ്ധിമുട്ടുകൾ. നമ്മൾ നിയമം വേണ്ട എന്നോ അല്ലെങ്കിൽ അല്ല, നമ്മൾ സാധാരണ നമ്മളിപ്പോൾ കറണ്ട് ഉപയോഗിച്ചിട്ട് നമ്മൾ ചെയ്യാറില്ല. കാരണം KICBയുടെ പെർമിഷനും കാര്യങ്ങളെല്ലാം വേണം. പരമാവധി ജനറേറ്റർ തന്നെയാണ് ഉപയോഗിക്കുക. അപ്പൊ നമുക്ക് ഇപ്പൊ ഒരു ജനറേറ്റർ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന സമയത്ത് വേണ്ടി നമുക്ക് ഫില്ല് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുമായിരിക്കും. പക്ഷെ അതിനൊരു ലിമിറ്റ് ഉണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അതിപ്പോ ഏറ്റവും വലിയൊരു പ്രശ്നമായിട്ടാണ് നിലനിൽക്കുന്നത്. പിന്നെ ഒരു കാര്യം നമ്മൾ വളരെ കാലമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്, നമുക്ക് സ്വതന്ത്രമായിട്ടുള്ള ഒരു ക്ഷേമനിധി സർക്കാരിന്റെ ഭാഗത്തു നിന്നും സ്വതന്ത്രമായിട്ടുള്ള ക്ഷേമനിധി അനുവദിച്ചു തരണം എന്നുള്ളത്. ഇപ്പോഴും അത് നമ്മൾക്ക് ഈ ഷോപ്പ് ആൻഡ് എക്സ്റ്റാബ്ലിഷ്മെന്റ് എന്നുള്ള കൊമേഴ്ഷ്യൽ അതിലാണ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പക്ഷെ നമുക്ക് സ്വതന്ത്രമായിട്ടുള്ള ഒരു ക്ഷേമനിധി അനുവദിച്ചു തരുന്നത് കുറെ ആളുകളായിട്ട് ആവശ്യപ്പെടുന്നു. അതും ഒന്ന് നിങ്ങളുടെ പത്രത്തിലൂടെ ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് റിക്വസ്റ്റ് ചെയ്യണം. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഞങ്ങൾക്കില്ല. സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഞങ്ങൾക്ക് ആയിട്ട് ഈ മേഖലയ്ക്കായിട്ട് പ്രത്യേകിച്ച് ക്ഷേമനിധിയിൽ പറഞ്ഞ പെൻഷൻ കിട്ടും. അത് കഴിഞ്ഞ് അത് പക്ഷെ ഞങ്ങളെ ഉൾപ്പെടുത്തിയിട്ടുള്ള സ്വതന്ത്ര വിഭാഗമായിട്ടല്ല ഉൾപ്പെടുത്തിയിരിക്കണം. അതുകൊണ്ടുള്ളൊരു ബുദ്ധിമുട്ടാണ്. എന്തോ അല്ല, ഞങ്ങളിപ്പോ അതിൽ ഈ ഷോപ്പിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഞങ്ങൾ ക്ഷേമനിധിയിൽ ഞങ്ങൾ ചേർന്നിട്ടില്ല. വളരെ വളരെ അപൂർവം പേര് ഇൻഡിപെൻഡന്റ് ആയിട്ട് ചേർന്നിട്ടുള്ളൂ. നമ്മൾ സംഘടനാപരമായിട്ട് അതിൽ ചേർന്നിട്ടില്ല. ഞങ്ങൾ സ്വതന്ത്രമായിട്ടുള്ള ഒരു ക്ഷേമനിധി അനുവദിച്ചു തരണം എന്ന് പറഞ്ഞാണ് നിൽക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് സംഘടനാപരമായിട്ട് എല്ലാവർക്കും അത് നേടിയെടുക്കാനായിട്ട് പറ്റുള്ളൂ. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്താണ് അത് ഉൾപ്പെടുത്താമെന്ന് തൊഴിൽ മന്ത്രി മിനിസ്റ്റർ ശിവൻകുട്ടി ആവശ്യപ്പെട്ടത്. അതുപോലെ ഷോപ്പ് ആൻഡ് കമേഴ്ഷ്യൽ എസ്റ്റാബ്ലിഷ്മെന്റിൽ ചേർക്കാൻ സാധാരണ അനുകൂലമായിട്ട് നിന്നിട്ടില്ല. സ്വന്തമായിട്ട്
അവിടെ നല്ലതാവും. കാരണം ഗവൺമെന്റ് ആനുകൂല്യം പറഞ്ഞാല് പെൻഷൻ മാത്രമല്ല, കുട്ടികളുടെ വിവാഹം അല്ലെങ്കിൽ വിദ്യാഭ്യാസം, ആരോഗ്യപരമായ കാര്യങ്ങൾക്കുള്ള ഹോസ്പിറ്റലിലെ ESI ഉൾപ്പെടെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ അതൊക്കെ സ്വതന്ത്രമായിട്ട് കിട്ടുമ്പോൾ കൂടുതലാവുമല്ലോ എന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത്. ഒരുമിച്ച് കിട്ടുന്നതുകൊണ്ട് അത് സൂചിപ്പിച്ചു പറഞ്ഞു. കാരണം വിഹിതം ഉടമ അടക്കണമല്ലോ, തൊഴിലുടമായിട്ട് വിഹിതം അടക്കണം, അങ്ങനെ വേണമെന്ന് സംസാരിച്ചു. അല്ല, ഈ ക്ഷേമനിധിയിലെ ഉടമസ്ഥന്മാരും ശരിയാണ്. അത് ശരിയല്ല. അതെ, അല്ല, അതിലെന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഇതില് ഈ ഉടമകൾ തന്നെയാണ് ഒരുവിധം തൊഴിലാളികള്. അങ്ങനെ അതുകൊണ്ടാണ് ഈ സംഘടനത്തിൽ പങ്കെടുത്ത് മുന്നോട്ട് പോകുന്നത്. തൊഴിലാളി ഉടമ എന്ന് വേർതിരിവില്ല. നിങ്ങൾക്ക് എവിടെയെങ്കിലും നമ്മളൊരു പരിപാടി അവതരിപ്പിച്ച സ്ഥലത്ത് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഉടമയും തൊഴിലാളി ഒരുപോലെ തന്നെയായിരിക്കും. കൂടെ സഹായത്തിന് ഒരു തൊഴിലാളി ഉണ്ടെന്നുണ്ടെങ്കിലും ഉടമയെ തന്നെയായിരിക്കും അതിന് ഭൂരിഭാഗവും കാര്യങ്ങൾ ചെയ്തത്. അങ്ങനെ വേർതിരിച്ച് കാണുന്ന ഒരു മേഖലയല്ല. പിന്നീട് വേറെ എന്താ വേറെ